ഇന്നിവിടെ രാവിലെ നേരാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് സിമ്പിളായിട്ടുള്ള ചീസി ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് ക്രഷ് ചെയ്തത്, പിന്നെ ചീസ് എടുത്തിട്ടുണ്ട്. ഈ ചീസ് പെപ്പർ ജാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്ന ചീസാണ്. ഈ ചീസ് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ സാധാരണ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചീസാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്കുള്ള സവാള അങ്ങോട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി എടുക്കണുള്ളൂ. ഇനി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ സവാള. ഉപ്പ് ചേർക്കട്ടെ. ചീസിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഞാൻ വളരെ കുറച്ച് ചേർക്കണുള്ളൂ. പിന്നെ ഉണക്കമുളക് ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. മുട്ടയ്ക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കണത്. അപ്പോൾ നമ്മുടെ മുട്ട ഓംലേറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് റെഡി, നീക്കി വയ്ക്കട്ടെ. ഈ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. മുളകൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല എരിവുണ്ട്. നമ്മുടെ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ളതെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓംലേറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ചീസി ഓംലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർക്കുക. തീ കുറച്ച് വെക്കട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ചീസ് ചേർക്കുക. ഉണക്കമുളക് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചീസി ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീസി ഓംലേറ്റ് റെഡി.